ഇന്ന് നമ്മുടെ റമളാൻ മാസത്തിലെ ആദ്യത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നോമ്പാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ശംഖുമുഖത്തൊക്കെ പോയി ഒന്ന് കറങ്ങി കടയിലൊക്കെ പോയി നോമ്പൊക്കെ മുറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് മഴ എല്ലാം ചതിച്ച് കളഞ്ഞു കേട്ടോ. രാവിലെ തൊട്ടേ നല്ല അടിപൊളി മഴയായിരുന്നു. അങ്ങനെ തോരാത്ത മഴയായതുകൊണ്ട് തന്നെ നമ്മളിന്ന് പോയില്ല. അപ്പോൾ വൈകുന്നേരം ഇക്കായാണെങ്കിൽ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം നമ്മൾ വിചാരിച്ച് ചിക്കനൊക്കെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും കാപ്പിയൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് നോമ്പ് തുറക്കാമെന്ന്. അങ്ങനെ ചിക്കനെല്ലാം കഴുകി സെറ്റാക്കിയതിന് ശേഷം ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം അരിഞ്ഞ് പറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സവാളയും പച്ചമുളകും ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം സെറ്റാക്കി നല്ലോണം ചതച്ചരച്ച് പേസ്റ്റാക്കി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ പീസ് എടുത്ത് മാറ്റി അതിൽ നിന്ന് നമുക്കും കൂടെ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ട് പൊരിക്കാമെന്ന് വിചാരിച്ച ആൾക്ക് ഓരോ പീസെങ്കിലും കഴിക്കാമല്ലോ. ഇതൊക്കെയല്ലേ ഒരു രസം. അങ്ങനെ നമ്മൾ നല്ല മഞ്ഞപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാലപ്പൊടി, അങ്ങനെ കുറേ പൊടികളുണ്ടല്ലോ. അതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഒരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി വെക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ച് സവാളയൊക്കെ ഇട്ട് അങ്ങോട്ട് വഴറ്റുവാണ് കേട്ടോ. ഞാൻ സവാളയൊക്കെ നല്ല വഴഞ്ഞതിന് ശേഷം മാത്രമേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് അങ്ങോട്ട് തട്ടി കൊടുക്കാറുള്ളൂ. അങ്ങനെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി ശരിയാക്കി അങ്ങോട്ട് അതിൻ്റെ മസാലയെല്ലാം അങ്ങോട്ട് പ്രത്യേകം ചൂടാക്കി അതിലോട്ട് എടുത്ത് തട്ടി ഇറച്ചി എടുത്ത് തട്ടി അങ്ങോട്ട് അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് നോമ്പ് തുറക്കാൻ സമയമായി വരികയല്ലേ. ഇനി അടുത്ത് നോമ്പ് തുറയുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മല്ലിയിലെ ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് എന്നിട്ട് നമ്മുടെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മാമി എനിക്ക് കൊണ്ട് തന്ന ഈന്തപ്പഴമാണേ. അപ്പം നല്ല അടിപൊളി ഈന്തപ്പഴം ഇരിക്കുന്ന ആ പാത്രമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇക്ക പപ്പട വജിയും ഉഴുന്നുവടയും ചമ്മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതിലിന് ഒരു പപ്സും ഒരു പരിപ്പോടയും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പരിപ്പോട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ വേണ്ട, ചിലപ്പോൾ ഗ്യാസ് അങ്ങനെ കയറുന്നെങ്കിലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് നല്ല അടിപൊളി നോമ്പ് കഞ്ഞി കിട്ടിയിട്ടുണ്ട്. കൊച്ചു പാത്രത്തിൽ വാങ്ങിച്ചിട്ട് വാടാന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരു അണ്ടാവ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഈ കഞ്ഞി മൊത്തം ആര് കുടിച്ച് തീർക്കാനാണെന്ന് അറിഞ്ഞൂടെ. അങ്ങനെ ചിക്കൻ കറി എല്ലാം വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അടുക്കള എല്ലാം സെറ്റാക്കി അങ്ങോട്ട് ഒതുക്കി ഇട്ടിട്ട് നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളുമായിട്ട് ഹാളിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് വിളിച്ചത് അതിൽ ഓടിപ്പാഞ്ഞെത്തിയിട്ടുണ്ട്. ഉമ്മച്ചിയെ ബാങ്ക് വിളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാനായിട്ട് എല്ലാവരും ഓരോ ഈന്തപ്പഴമാണ് കേട്ടോ ആദ്യം എടുത്തത്. അപ്പോൾ ഇക്കാക്ക് പല്ല് പ്രശ്നമായതുകൊണ്ട് തന്നെ ഈത്തപ്പഴം കഴിക്കാൻ പറ്റില്ല. പിന്നെ നോമ്പായതുകൊണ്ട് അതിൽ നിന്ന് കുറച്ചൊടിച്ചൊന്ന് തിന്ന് നോമ്പ് തുറന്നു. അതിനുശേഷം നമ്മളെല്ലാവരും ലൈം ജ്യൂസും മറ്റ് സാധനങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ നോമ്പ് തുറ ഗംഭീരമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നിസ്കാരവും ഓതലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി പരിപാടികളിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മളൊരു 8 മണിക്ക് ശേഷമാണ് ഇനി കാപ്പി ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ കാപ്പി ഒന്ന് ഇടിയപ്പോൾ അല്ലെങ്കിൽ ഉറട്ടി, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. പക്ഷേ ഉറട്ടി ഉണ്ടാക്കാനാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഇടിയപ്പത്തിന് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരടുപ്പിലോട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയും അങ്ങോട്ട് വറുക്കാനായിട്ട് തട്ടിയിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ മാവെല്ലാം എടുത്ത് വെച്ച് നല്ലോണം തിളച്ച വെള്ളം വീത്തി കുഴച്ച് സെറ്റാക്കി എടുത്തപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. മാവ് നല്ലോണം കൂടിപ്പോയി. 2 നേരം ഉണ്ടാക്കാനുള്ള ഇടിയപ്പത്തിൻ്റെ മാവാണ് എടുത്ത് കുഴച്ചതെന്ന്. അപ്പോൾ ഇടയത്തഴത്തിന് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ ഇടിയപ്പം തന്നെ അങ്ങ് ആക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ഇടിയപ്പമായിരുന്നു. ഇനി ഇക്ക എന്ത് പറയുമെന്ന് അറിഞ്ഞൂടെ. ചിക്കൻ ഫ്രൈ ഒരു സെക്ഷൻ പൊരിച്ച് തീരുന്നത് അതിലെടുത്തുകൊണ്ട് വെച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ വാപ്പ വന്നപ്പോൾ വാപ്പാക്കും ആഹാരം കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ പറഞ്ഞു ഈ നോമ്പ് കഞ്ഞി മൊത്തം കുടിച്ച് തീർത്താലേ ഇന്നിനി ഫുഡുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ വാപ്പായും മോനും കൂടെ നോമ്പ് കഞ്ഞി അങ്ങ് കുടിച്ച് തീർക്കാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കാപ്പി കുടിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.